വെൽക്കം ടു ലിജോസ് ന്യൂ ബിഗിൻ വേൾഡ്. ഇന്ന് ഞങ്ങൾ ഓറഞ്ച് വൈൻ ഉണ്ടാക്കാൻ വേണ്ടി പോയിട്ടോ. സാധനങ്ങളെല്ലാം റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ഇൻഗ്രീഡിയൻസിലോട്ട് പോകാം. അപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് പറിച്ച ഓറഞ്ചാണ് ഇത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചല്ല. അപ്പൊ ഈ സീസണിലെ ലാസ്റ്റത്തെ ഓറഞ്ചാണ് ഇതെല്ലാം. ഫുള്ള് ഞങ്ങൾ പറിച്ച് തീർത്തിട്ടുണ്ട്. കഴിഞ്ഞ സീസണിൽ ഞങ്ങൾ ഓറഞ്ച് വൈൻ ഇട്ടായിരുന്നു. അപ്പൊ ഈ സീസണിൽ ഓറഞ്ച് വൈൻ ഇടാൻ വേണ്ടി പോയപ്പോ നമുക്ക് കുറച്ച് ഓറഞ്ച് മിച്ചം ഉണ്ടെങ്കിൽ പിന്നെ അങ്ങ് ഓറഞ്ച് വൈൻ ഇട്ടേക്കാന്ന് വിചാരിച്ച് ഞങ്ങൾ ഇട്ട് തുടങ്ങിയതാട്ടോ. എനിവേ നമുക്ക് വേഗം തന്നെ വൈൻ ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ. അപ്പൊ എന്തൊക്കെ സാധനങ്ങൾ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭരണിയൊക്കെ നേരത്തെ തന്നെ കഴുകി വൃത്തിയാക്കി ഡ്രൈ ചെയ്ത് വെച്ചേക്കണം കേട്ടോ. അപ്പൊ അതാണ് മെയിൻ സാധനം. അപ്പം എപ്പോഴും ഇടുമ്പോൾ ഗ്ലാസ്സിൽ അല്ലെങ്കിൽ ഭരണിയിൽ ഇടാവുള്ളൂ. പിന്നെ പ്ലാസ്റ്റിക് സ്റ്റീലും യൂസ് ചെയ്യുന്നത് നല്ലതല്ല. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് സ്പൈസസ് വേണം. അപ്പം ഒരു 5 ഗ്രാമ്പു ഉണ്ട്, ഒരു ചെറിയൊരു സ്റ്റാർ ഉണ്ട്, പിന്നെ ഒരു 5 ഏലക്കയുണ്ട്, പിന്നെ 2 കഷ്ണം കറുവാപ്പട്ടയുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഈസ്റ്റ് ആണ്. ചെറിയ പിടി ഗോതമ്പൂടി എടുത്തിട്ടുണ്ട് നമ്മള്. അപ്പൊ ഇത്രയും സാധനങ്ങളുടെ ആവശ്യമുള്ളതേ. പിന്നെ വേണ്ട മെയിനായിട്ട് ഷുഗറും പിന്നെ ഓറഞ്ച്. പിന്നെ വേണം വെള്ളം നമ്മൾ നേരത്തെ തന്നെ തിളപ്പിച്ച് ഒന്ന് ആറി എടുത്ത് വെച്ചേക്കണം. അപ്പം ഞാനത് ആറാൻ വേണ്ടി വെച്ചേക്കുവാണ്. അപ്പം നമുക്ക് ഓറഞ്ച് പ്രിപ്പയർ ചെയ്യാനുണ്ട്. അപ്പം ആ സമയം കൊണ്ട് അതൊക്കെ ആറി വരും. അപ്പം നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. നമ്മൾ 2 കിലോ ഓറഞ്ച് എടുത്തേക്കുന്നത്. അതിപ്പോൾ നമ്മൾ പൊളിച്ചെല്ലാം വരുമ്പോൾ ഒരു 1.5 കിലോ ആകുമല്ലോ. അപ്പം 1.5 കിലോ ഓറഞ്ച് കൂടെ 1.5 കിലോ പഞ്ചസാര പിന്നെ 1.5 ലിറ്റർ വാട്ടർ കേട്ടോ. അത്ര നമ്മളുടെ കണക്ക്. ഓറഞ്ച് നമ്മൾ തൊലിച്ച്, അതായത് അതിൻ്റെ പുറത്തെ ഇതങ്ങ് കളഞ്ഞിട്ട് നമുക്ക് അല്ലി മാത്രമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം. അപ്പൊ ഈ തൊലി കളയുന്നതിനോടൊപ്പം ആ വൈറ്റ് പാർട്ടില്ലേ, അത് കയ്പല്ലേ, അതും കൂടെ നമുക്ക് കളയണേ. കൂടാണ്ട് ഇതിന്റെ ഉള്ളില് എന്താ പറയാ, സീഡ് ഉണ്ടെങ്കിൽ, അതായത് കുരു ഉണ്ടെങ്കിൽ അത് മാറ്റിക്കളയുക. ഇതൊരിച്ചിരി ടൈം എടുക്കുന്ന പണിയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ആ സീഡ് മാറ്റണം. കൂടാണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓപ്പൺ ആയിട്ട് ടൈം കുറച്ച് സ്പെൻഡ് ആയാലും കുഴപ്പമില്ല. നമ്മൾ എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ അത്രത്തോളം നല്ലോണം ടേസ്റ്റ് കിട്ടും. അല്ലെങ്കിൽ കയ്പ് വരാൻ ചാൻസ് ഉണ്ട് ഈ സീഡും കാര്യങ്ങളൊക്കെ കടന്നു കഴിഞ്ഞാൽ. ഇപ്പം നമ്മൾ എടുക്കുന്ന പാത്രങ്ങളെല്ലാം തന്നെ വാട്ടർ കണ്ടന്റ് ഇല്ലാത്ത പാത്രം തന്നെ ചൂസ് ചെയ്ത് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നൊക്കെ ഓറഞ്ച് ആകുമ്പോൾ പുഴുവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ബേസിക് ആയിട്ടൊന്ന് ക്ലീൻ ചെയ്യുക. നാട്ടിലാണെങ്കിൽ കുറച്ചും കൂടെ എക്സ്ട്രാ കെയർ എടുത്ത് ക്ലീൻ ചെയ്യുക. കഴിഞ്ഞ വർഷം നിനക്ക് വൈൻ ഇട്ടതിൽ ഏതാ ഇഷ്ടം? നമ്മൾ സ്ട്രോബെറി ഇട്ടുണ്ടായിരുന്നു, ഗ്രേപ്പ് ഇട്ടുണ്ടായിരുന്നു, ഓറഞ്ച് ഇട്ടുണ്ടായിരുന്നു. നിന്റെ ഏതായിരുന്നു ഇഷ്ടപ്പെട്ടത്? മുന്തിരിയായിരുന്നോ? എനിക്ക് ഓറഞ്ച് ആയിരുന്നു ഇഷ്ടപ്പെട്ടത്. പക്ഷെ വൈനിന്റെ രാജാവ് മുന്തിരി വൈനാണ്. ശരിക്കും നമ്മൾ ഈ ഓറഞ്ച് വൈൻ എന്ന് പറയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അറിയാത്തവർക്ക് പറയാം കേട്ടോ. ഈ ഓറഞ്ച് വൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ വൈൻ മാർക്കറ്റിൽ ഓറഞ്ച് വൈൻ അവൈലബിൾ ഉണ്ട്. അത് ഓറഞ്ച് കൊണ്ട് ഉണ്ടാക്കുന്ന വൈനല്ല, അത് ഗ്രേപ്പ് കൊണ്ട് ഉണ്ടാക്കുന്ന, അതായത് ഗ്രീൻ ഗ്രേപ്സ് വിത്ത് ഫെർമെന്റേഷൻ പ്രോസസ്സിനാണ്. അപ്പോൾ അത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മുടെ ഓറഞ്ച് ഒക്കെ നമ്മൾ അല്ലി വെച്ചിട്ടുണ്ട്. അതിന്റെ വൈറ്റ് പോർഷൻസും കളഞ്ഞ് പിന്നെ നമ്മുടെ കുരു എല്ലാം കളഞ്ഞിട്ട് ചെറുത് അല്ലിയായിട്ട് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലോട്ട് നമ്മൾ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടി പോകാം കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പം നമ്മൾ ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1.5 കിലോ ഷുഗറാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പം നമ്മൾ ഇതിനകത്ത് ഓറഞ്ചിൻ്റെ അല്ലിയില്ലേ, അതും രണ്ടും കൂടെ നല്ല പോലെ ക്രഷ് ചെയ്തെടുക്കണം. അപ്പം അത് നമുക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന സ്പൂൺ ഡ്രൈ ആയിരിക്കണം. വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അപ്പം നമ്മൾ ഇത് വെച്ചാണ് ഇന്ന് ക്രഷ് ചെയ്യുന്നത്. നമുക്ക് തുടങ്ങാം. നമ്മുടെ പഞ്ചസാരയും ഓറഞ്ചിന്റെ അല്ലിയും കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ബാക്കിയും കൂടെ ഷുഗർ ഇതിനകത്തോട്ടിട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് ഈ മിക്സ്ചർ എടുത്ത് നമ്മുടെ എന്താ പറയുക വൈനിടുന്ന ജാറിലോട്ട് ഇട്ട് വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിനകത്തോടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ഗോതമ്പ് കഴുകി വൃത്തിയാക്കി ഉണക്കി വെച്ചേക്കുന്ന ഗോതമ്പാണ്, ഒരു ചെറിയൊരു പിടിയായിട്ട്. അപ്പം നമുക്ക് ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് നമ്മുടെ ഏലക്ക കേട്ടോ. 5 ഏലക്ക ഞാൻ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ വേണ്ടതൊരു 5 ഗ്രാമ്പു, ഒരു 4-5 ഗ്രാമ്പു മതി, കൂടുതൽ ഇടരുത് കേട്ടോ. കാരണം നമ്മുടെ വൈൻ്റെ ടേസ്റ്റ് മാറിപ്പോയി ഗ്രാമ്പൂൻ്റെ ആ കുത്തല് കാരണം കേട്ടോ. അപ്പോൾ ഒരു 5 ഗ്രാമ്പു കേട്ടോ.
പിന്നെ വേണ്ടത് ഒരു സ്റ്റാർ ആണ് കേട്ടോ. ഒരു ചെറിയൊരു സ്റ്റാർ എടുത്തിട്ടുണ്ട്, അത് നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ട് കൊടുക്കാൻ പോവാണ്. പിന്നെ വേണ്ടത് നമുക്ക് കറുവാപ്പട്ട ഇപ്പം 2 കഷ്ണം കറുവാപ്പട്ട എടുത്തിട്ടുണ്ട്, അതും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ ഈസ്റ്റ് കേട്ടോ. ഇത് ആക്റ്റീവ് ഈസ്റ്റ് ആണ്, അപ്പോൾ അതാണ് ഞാൻ ആഡ് ചെയ്യാൻ വേണ്ടി പോണത്. ഇതിപ്പോൾ ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ വെള്ളമൊന്നും പറ്റാത്ത ഒരു നല്ലൊരു ഡ്രൈ തടി സ്പൂൺ വെച്ച് ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുക. നമ്മളെപ്പോഴും ഇളക്കുമ്പോൾ ഇത് ഒരേ സൈഡിലോട്ട് തന്നെ ഇളക്കാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. അതെനിക്ക് ഒരേ ഡയറക്ഷനെ ഇളക്കണം, എന്നാലേ അത് ശരിയാവത്തുള്ളൂ. ഇനിയുള്ളത് വെള്ളം കേട്ടോ. നമ്മുടെ തിളപ്പിച്ചാറിയ വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം അത് വെള്ളം നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കും. ഇനിവേ നമ്മളിത് ഫുള്ളായിട്ട് നിറയ്ക്കുന്നില്ല, ഒരു ഇച്ചിരി സ്പേസ് അതിനകത്ത് വെക്കുന്നുണ്ട്. ഇനി ഇതിപ്പോൾ നമ്മൾ ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുവാണേ. നമ്മൾ 1.5 ലിറ്റർ വെള്ളമല്ലേ പറഞ്ഞിരുന്നത്, പക്ഷെ ഞങ്ങളുടെ കുപ്പി ചെറുതായതുകൊണ്ട് 1 ലിറ്റർ വെള്ളം ഒഴിക്കാൻ പറ്റിയിട്ടുള്ളൂ. ബാക്കി നമുക്കൊരു സ്പേസ് വെക്കണം, കാരണം കുറച്ച് കഴിയുമ്പോൾ ഈ ഫെർമെൻറ്റേഷൻ നടക്കുമ്പോൾ എൻ്റെ ഗ്യാസ് മുകളിലോട്ട് വന്ന് ഇത് ചെയ്യാനുള്ള സാധനം. അപ്പം നമ്മളൊരു ഇച്ചിരി സ്പേസ് കൊടുക്കണ്ട, അപ്പം അതിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. കെമിസ്ട്രി ലാബുമായിട്ട് ഇന്ന് വന്നേക്കുന്നത് കേട്ടോ. ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വൈൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി നമുക്ക് നോക്കണം. ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്നതിന് മുമ്പേ നമുക്കത് എത്രയാണെന്ന്, പിന്നെ നമ്മൾ ഉണ്ടാക്കി വൈനാക്കി എടുക്കുന്ന സമയമില്ലേ, അപ്പോൾ ആ സമയത്തും എത്രയാണെന്നും അറിയാൻ പറ്റാൻ സ്പെസിഫിക് ഗ്രാവിറ്റി. അപ്പോൾ ആ ലാസ്റ്റ് ടൈമിൽ നിന്ന് ഇപ്പോഴത്തെ ടൈമിലെ നമ്മൾ ഡിക്രീസ് ചെയ്തിട്ട് അതിലൊരു മാത്സും കൂടെ പഠിക്കണം. അപ്പം കെമിസ്ട്രി പ്ലസ് മാത്സ് നമ്മൾ പണ്ടൊക്കെ ഇതൊക്കെ പഠിച്ചിട്ടുള്ളത് കേട്ടോ. അതൊക്കെ ഇപ്പോഴേ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി പോകണം. ഇത് സ്പെസിഫിക് ഗ്രാവിറ്റി ആണോ ആൽക്കഹോൾ റീഡിംഗ് ആണ്? അതായത് ഈ നമ്മൾ ഇത് കണ്ടോ, ഈ സാധനം കണ്ടോ, ഇതിന് ഹൈഡ്രോമീറ്റർ എന്നാ പറയണേ. അപ്പം ഈ ഹൈഡ്രോമീറ്ററിൽ മെഷർമെന്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പം സ്പെസിഫിക് ഗ്രാവിറ്റി ഇവിടെ മെഷർ കൊടുത്തിട്ടുണ്ട്. നമ്മളത് ബിഗിൻ ചെയ്യുമ്പോൾ 1.09 ആണ് സ്പെസിഫിക് ഗ്രാവിറ്റി ആയിട്ട് വരുന്നത്. പിന്നെ കൂടാണ്ട് ഇതിൻ്റെ സൈഡിൽ എത്ര പെർസെൻറ്റേജ് ഓഫ് ആൽക്കഹോൾ ആണെന്നുള്ളത് വരാറുണ്ട്. കണ്ടോ, 0%, 5%, 10%, 15% എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഉണ്ടാക്കിയ ഈ സൊല്യൂഷൻ നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ്. സൊല്യൂഷൻ വൈൻ ആയിട്ടില്ല, ജ്യൂസ്. അതായത് ജ്യൂസ് എന്ന് പറയുമ്പം നമ്മുടെ ഷുഗറും ഈസ്റ്റും അതിൻ്റെ പ്രവർത്തനങ്ങളാണ് ഈ കെമിക്കൽ റിയാക്ഷനായിട്ട് ഇങ്ങനെ ഉണ്ടാകുന്നതാണ് ആൽക്കഹോൾ ഉണ്ടാക്കുന്ന സാധനം. അപ്പം നമ്മൾ ഏതായാലും ഇവർക്ക് കൊടുക്കുമ്പോൾ അത് എത്ര പെർസെൻറ്റേജ് ആൽക്കഹോൾ ഉണ്ടെന്നും കൂടെ നോക്കണ്ടേ. ഗേൾസ് നോട്ട് ഈ സാധനം വാങ്ങേണ്ട ആവശ്യമുണ്ടോ? ഞാൻ അടിച്ചിട്ട് പറഞ്ഞായിരുന്നു വീര്യം ഉണ്ടോ വീര്യം ഇല്ല, ചുമ്മാ. അപ്പം നമ്മുടെ ഹൈഡ്രോമീറ്റർ നമ്മൾ മെഷർ ചെയ്യാൻ എടുത്തില്ലേ, അപ്പത്തേക്കും നമ്മൾ ഗ്ലാസ്സിൽ ജ്യൂസ് എടുത്തായിരുന്നു. എന്നിട്ട് നമ്മൾ ഹൈഡ്രോമീറ്റർ ഇതിനകത്തോട്ട് വെച്ചു, ഒന്ന് കറക്കി കൊടുത്തു. അപ്പോൾ ഇതിങ്ങനെ വരും. ഇതിൽ കൊടുത്തേക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് നമ്മുടെ തിക്ക് ആൻഡ് ഓറഞ്ച് ജ്യൂസിൻ്റെ എന്താ പറയുക സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 1.2 ആണ്. അപ്പോൾ അത് കറക്റ്റാണോ എന്ന് അറിയാനാണ് ഞാൻ നോക്കിയത്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഹൈഡ്രോമീറ്ററിൽ 1.15 വരെ ഉള്ളൂ, അതായത് പൊങ്ങിക്കിടക്കുന്നത്. ഓറഞ്ച് വൈൻ നമ്മൾ 15 ദിവസത്തേക്കാണ് ഇടുന്നത്. അപ്പം നമ്മൾ ആ 15ാമത്തെ ദിവസം നമ്മൾ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ വേണ്ട 10ാമത്തെ ദിവസം നമ്മൾ അരിച്ചെടുക്കുന്ന സമയത്ത് ഞാൻ ഇതൊന്നും കൂടെ സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയുണ്ടെന്ന് മെഷർ ചെയ്യും. പിന്നെ 15ാമത്തെ ദിവസം ഒന്നും കൂടെ മെഷർ ചെയ്യും. അപ്പോൾ ഇനിഷ്യലി 1.2 ആണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കുറച്ച് നമ്മൾ എത്രയാണെന്ന് നോക്കണം. അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ ഞാൻ അന്ന് ഡിസ്കസ് ചെയ്യാം. എനിവേ ഇപ്പം നമ്മുടെ സ്പെസിഫിക് ഗ്രാവിറ്റി 1.2 ആണ്, ഞാൻ മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ഇനി 10ാമത്തെ ദിവസം നമുക്കൊന്നും കൂടെ ചെക്ക് ചെയ്യാം. അപ്പം ഇനി നമുക്കിത് തിരിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി എടുത്ത് വെക്കാം. ഈ ജ്യൂസ് ഞാൻ തിരിച്ച് നമ്മുടെ ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കുവാണേ. ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിന്റെ അടപ്പുണ്ട്, നമുക്കതിന് മൂടി വെക്കാം. ഓക്കെ, ഒരു തുണി, അപ്പൊ ഏതെങ്കിലും തുണി എടുത്താൽ മതി. ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു വൈറ്റ് തുണിയാണ് കിട്ടിയേക്കുന്നത്. അപ്പൊ നമ്മൾ ഇത് വെച്ച് കവർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവാണ്. ഇത് കാരണം ഇത് ഫെർമെന്റേഷൻ നടക്കുന്ന സമയത്ത് ഗ്യാസ് ഫോം ചെയ്യുമല്ലോ, അപ്പം ഇത് തള്ളിക്കൊണ്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ പുറത്ത് ഇങ്ങനെ കെട്ടിക്കൊടുക്കാം. ഇനി കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, ശ്രദ്ധിച്ച് കേട്ടോ. അപ്പൊ നമ്മളിങ്ങനെ എടുത്തു വെച്ചേക്കുന്ന സാധനം നമ്മൾ 10 ദിവസത്തേക്ക് കണ്ടിന്യൂസ്
ഒരു സമയത്ത്, അതായത് ഇപ്പം ഞാൻ നാളെ രാവിലെ മോർണിംഗിലാണ് ഇത് ഇളക്കുന്നതെങ്കിൽ എല്ലാ ദിവസവും മോർണിംഗിൽ 10 ദിവസത്തേക്ക് നമ്മൾ ഇതൊന്ന് എടുത്ത് ജസ്റ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അഥവാ മിക്സ് ചെയ്യാൻ നമുക്ക് തുറക്കാനും എടുക്കാനും സമയം ഇല്ലെങ്കിൽ പോലും ഇത് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് കറക്കിയെടുക്കാം. ഞാൻ മിക്സ് ചെയ്യുന്നതേ ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ. കാരണം ഒന്ന് എടുത്തൊന്ന് മിക്സ് ചെയ്യുക. കാരണം നമ്മൾ കറക്കുമ്പോൾ ചിലപ്പോൾ ഫുള്ളായിട്ട് ചിലപ്പോൾ ആയിട്ടില്ല, ആരും എടുത്തോണ്ട് പോത്തൊന്നുമില്ല. അപ്പൊ ഒന്ന് കറക്കി കൊടുക്കണം കേട്ടോ. അപ്പൊ ഒന്ന് കറക്കി കൊടുത്ത് ജസ്റ്റ്, അതായത് നമ്മൾ കറക്കുമ്പോഴും നമ്മൾ തവി വെച്ച് ഇളക്കുമ്പോഴും ഒരേ ഡയറക്ഷനിൽ വേണം ചെയ്യാൻ വേണ്ടി. എല്ലാം ഡ്രൈ ആയിട്ടുള്ള സംഭവം യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഡ്രൈ ആയിട്ടുള്ള തടി സ്പൂൺ തന്നെ യൂസ് ചെയ്യുക. ഗ്ലാസിന്റെ സ്പൂൺ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. സ്റ്റീലും മറ്റേ പ്ലാസ്റ്റിക്കും ഒന്നും യൂസ് ചെയ്യാണ്ടിരിക്കുക കേട്ടോ. ഇപ്പൊ എടുത്തു വെക്കുമ്പോൾ നമ്മളൊരു ഡാർക്ക് പ്ലേസിൽ എടുത്തു വെക്കും. അപ്പം 10 ദിവസം കഴിഞ്ഞിട്ട് നമ്മളിപ്പം 10 ദിവസം നമ്മൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കണുണ്ടായിരുന്നല്ലോ. അപ്പം 10ാമത്തെ ദിവസം നമ്മൾ എടുത്തിട്ട് നമ്മൾ അരിച്ച് നമ്മൾ വേറെ കുപ്പിയിലോട്ട് മാറ്റി വെക്കും. പിന്നെ ഒരു 5 ദിവസം റെസ്റ്റിങ്ങിനുള്ള സമയം കേട്ടോ. അതിന് റെസ്റ്റ് കൊടുക്കും. എന്നിട്ട് 15 ദിവസം കഴിയുമ്പോൾ നമുക്ക് കുപ്പിയിലോട്ട് എടുത്ത് വെക്കാം. കുപ്പിയിലോട്ട് എടുത്ത് വെക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റിംഗ്, കട്ട വെയിറ്റിംഗ്. ഓക്കെ, അപ്പൊ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇത് ഞാൻ എടുത്തു വെക്കട്ടെ ഡാർക്ക് പ്ലേസിലോട്ട്. അപ്പൊ അടുത്ത സ്റ്റെപ്പുമായിട്ട് വരാം. നോക്കിക്കേ, അപ്പൊ നമ്മൾ വൈൻ ഇട്ടിട്ട് 15ാമത്തെ ദിവസം ആയിരിക്കും കേട്ടോ. 15ാമത്തെ ദിവസം നമ്മൾ ഇനി ഇതിപ്പോ അരിച്ചെടുക്കാൻ വേണ്ടി പോവാ. നിങ്ങൾ കണ്ടോ, ഇപ്പൊ ഇങ്ങനെ ഇരിപ്പുണ്ട്. നമ്മൾ എല്ലാ ദിവസവും മോർണിംഗില് ഇത് നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതിപ്പം അപ്പൊ ഇടയ്ക്ക് നിങ്ങളുടെ സ്മെല്ലൊക്കെ വന്നപ്പോ നല്ല പോലെ ആയി വരുന്നുണ്ടെന്നാ തോന്നിയത്. അപ്പൊ നമുക്ക് അത് അരിച്ചു തുടങ്ങാം കേട്ടോ. അപ്പം ആദ്യം അരിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് വേണം നമുക്ക് ഇത് അരിക്കാൻ വേണ്ടിട്ട്. ബ്യൂട്ടിഫുൾ. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പ്രാവശ്യം അടിച്ച് തകർക്കും. സ്വർഗം. ഈ മനുഷ്യന്റെ തുള്ളി പോയാലേ പ്രശ്നം ഉണ്ടാക്കുക. ഞാൻ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. കെയർഫുള്ളി നമ്മൾ ഒഴിക്കുകയാണ്. പയ്യെ 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 നമുക്ക് പിഴിഞ്ഞെടുക്കാം. ഇവിടെ ടെസ്റ്റിംഗ് ജാറിൽ നമ്മളൊരു 160 ml നമ്മുടെ വൈൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി പോവുക. നമ്മുടെ ഹൈഡ്രോമീറ്റർ ഓൾറെഡി ഡ്രൈ ചെയ്ത് എടുത്ത് സൂക്ഷിച്ച് വെച്ചിരുന്നതാണ്. അപ്പൊ ഇത് നമ്മൾ ഇതിനകത്ത് വെച്ചിട്ടൊന്ന് കറക്കി കൊടുക്കുക. കറങ്ങി വാടാ. ഇങ്ങനെ കറക്കി കൊടുത്തിട്ട് നമ്മൾ അത് എത്ര സ്പെസിഫിക് ഗ്രാവിറ്റി എത്ര ഉണ്ടെന്ന് നോക്കും. അപ്പൊ ഇവിടെ കാണിക്കുന്നത് 1.13 ആണ്. ഓക്കെ, നമ്മുടെ കാൽക്കുലേഷൻ ഉണ്ട്. ആൽക്കഹോൾ ബേസ്ഡ് വോളിയം അല്ലെ, ABV പെർസെന്റേജ് നോക്കിയാണ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ എന്താ പറയാ കാൽക്കുലേഷൻ എന്നാന്ന് വെച്ചാല്, നമ്മൾ വൈൻ ഉണ്ടാക്കിയ ദിവസമില്ലേ അന്നൊരു റീഡിങ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വൈൻ അരിച്ച് എടുത്തെല്ലാം സെറ്റാക്കി കഴിഞ്ഞ് അപ്പോഴൊരു റീഡിങ് എടുക്കുക. എന്നിട്ട് ആദ്യത്തെ റീഡിങ്ങിൽ നിന്ന് രണ്ടാമത്തെ റീഡിങ് മൈനസ് ചെയ്ത് മൾട്ടിപ്ലൈഡ് ബൈ 131.25. അതാണ് ആൽക്കഹോൾ കണ്ടന്റ് വരുന്നത് ഇതിനകത്ത്. അപ്പൊ നമ്മൾ അത് ചെയ്ത് നോക്കിയപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് നിയർലി 10%, 9 point something ആണ് വന്നിരിക്കുന്നത്. അപ്പൊ നിയർലി 10% ഓക്കെ ആണ്. ആവറേജ് 12.5 ഏതാണ്ടാ വരുന്നത് വൈൻ്റെ. പക്ഷെ 10% ഈസ് ഓക്കെ. മോർ ദാൻ നമ്മള് വെക്കും തോറും വീര്യം കൂടും എന്നാ പറയുന്നേ. ടെസ്റ്റ് ചെയ്യാൻ ബാക്കി വല്ലതും കണ്ടായിരുന്നു. അത് വെക്കണ്ട, അതിനു മുമ്പ് അടിച്ചു തീർത്തോ. ഇത് ശരിക്കും ഇതൊക്കെ സയൻസ് ആണ്. അല്ലാണ്ട് നമ്മൾ മനുഷ്യര് ഞാൻ അടിച്ചിട്ട് പറയുന്നതിനകത്ത് ആൽക്കഹോൾ ലെവൽ എത്രയാണ് അതായിരിക്കും ആൽക്കഹോൾ ലെവൽ അല്ലേ. അപ്പൊ നമുക്ക് ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അരിച്ചു കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ അതിൽ കുറച്ചും കൂടെ ഇങ്ങനെ വന്ന് കിടപ്പുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഏതായാലും നമ്മുടെ ബോട്ടിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിൽ നമുക്ക് ഓൾറെഡി ഒരു അരിപ്പയും കൂടി ഉണ്ട്. അങ്ങനെ വേണ്ട. പിന്നെ ഇത് കുറച്ച് ദിവസം വെച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഇതിന്റെ താഴെ വീണ്ടും കണ്ടൻസ് അടിഞ്ഞു കൂടും. അപ്പൊ നിങ്ങൾ വൈൻ കുപ്പി എടുക്കുമ്പോൾ എപ്പോഴും അനക്കാണ്ട് വേണം ഗ്ലാസിനകത്തോട്ട് ഒഴിക്കാൻ വേണ്ടി. മട്ട് ഇതായി വരും. നമുക്കുണ്ടല്ലോ ശരിക്കും പറഞ്ഞ ഒരു ഗ്ലാസിന്റെ ഇത് വേണമായിരുന്നു. അത് ഇല്ലാത്ത കാരണം അത് പൊക്കി എടുത്ത് ഒഴിച്ചാൽ ചിലപ്പോ താഴെ പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ പരിപാടി പഠിച്ചില്ല. അതുകൊണ്ട് അത് വാങ്ങിച്ചിട്ട് വീണ്ടും നമ്മൾ വേറൊരു വൈൻ ഞാൻ നിർത്തി വൈൻ മേക്കിംഗ്. ഇല്ല, അത് പറ്റില്ല. സാധനം തകർക്കുന്നുണ്ടോ?
അയ്യോ നമുക്ക് മിക്കാറും ഒരു ഇതോടെ വേണ്ട വരുമെന്ന് തോന്നുന്നല്ലേ കുപ്പി. ഇത്ര ഒഴിച്ചാ പോരെ, ഗ്യാസ് വന്നാലേ. നമുക്ക് പിന്നെ അങ്ങോട്ട് സീൽ ചെയ്യാം. എത്ര ദിവസം കഴിഞ്ഞാൽ എടുക്കുന്നത്? ഇല്ല, ഇനി നമുക്ക് ആവശ്യത്തിന് യൂസ് ചെയ്യാൻ പറ്റും. മട്ട ഇളക്കാണ്ട് നമുക്ക് എടുത്താൽ മതി തന്നെ ഉള്ളൂ. അപ്പം ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്യുക. നമ്മള് ബാക്കിയുള്ളത് വേണ്ട 3ാമത്തെ കുപ്പി എടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. വൈനകത്ത് മുങ്ങിപ്പോയാ എല്ലാം നമ്മള് നല്ലപോലെ ഒന്ന് അരിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. നോക്കി ഏകദേശം 3 കുപ്പി അല്ലേ? ഏകദേശം 3 കുപ്പി നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളുടെ ടെസ്റ്റർ എവിടെയൊക്കെ ഉണ്ട്? ടെസ്റ്റിംഗ് ആണ് മോനെ, ടെസ്റ്റിംഗ്. ഹലോ, വൈൻ ടെസ്റ്റിംഗ് ഓൾ ഗുഡ്സ്. അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്യാലോ. കാരണം ഓൾറെഡി ഇപ്പം 10% ആയ സ്ഥിതിക്ക് ടെസ്റ്റ് ചെയ്യാനുള്ളതായി. അപ്പൊ ടെസ്റ്റും കൂടെ ചെയ്ത് കാണിച്ചേക്കല്ലേ? അല്ലെ പിന്നെ ഇനിയിപ്പം വീഡിയോ എടുക്കാൻ കണ്ടില്ല എന്നെ എടുക്കുക. ശരിക്കും ആ മട്ട അടിച്ച് കഴിയുമ്പോ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് കിട്ടും. റിയൽ ആയിട്ട് വരാം ഉണ്ടെങ്കിൽ നമുക്ക് ടേസ്റ്റിംഗ് നോക്കാം. മതി. ഓക്കെ, അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്ത് തുടങ്ങാം. അപ്പൊ നമ്മുടെ ഈ വർഷത്തെ വൈൻ ഞങ്ങൾ ഇപ്പൊ ടേസ്റ്റ് ചെയ്ത് തുടങ്ങാണ്. ഓറഞ്ച് വൈൻ. ഇച്ചിരി മധുരം ഉണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തെ ഓറഞ്ച് വൈന് ഭയങ്കര വീരിയായിരുന്നു, എനിക്ക് കുടിക്കാൻ പറ്റാത്തതാണ് കൈപ്പോയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇതുകൊണ്ട് അറിഞ്ഞോണ്ട് പഞ്ചസാര ഇട്ടത്. പക്ഷെ മധുരം ഉണ്ട്, ആ വീഡിയോ നിൽക്കുന്നുണ്ട്. കുറച്ചും കൂടെ എത്തുമ്പോൾ ഭയങ്കര ഇതായി മട്ടും കൂടെ സെറ്റിൽ ആയി കഴിയുമ്പോഴാണ് ഇറങ്ങുമ്പോ ആ ഒരു കത്തൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്കറിയില്ല, നിങ്ങൾ ഈ കുടിച്ചോണ്ടല്ലോ, ഒന്നും മനസ്സിലാവാത്ത അവസ്ഥയായി. അതൊക്കെ വെറുതെ. അപ്പം എല്ലാരും ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഓറഞ്ച് വൈൻ ഒരു സ്പെഷ്യൽ വൈനാണ്. അപ്പൊ ഇതൊന്ന് വെച്ച് ട്രൈ ചെയ്ത് നോക്ക്. കഴിഞ്ഞ വർഷം കുറെ കമന്റ്സ് യൂട്യൂബിൽ വന്നിട്ടുണ്ടായിരുന്നു. ശരിയായില്ല എന്നൊക്കെ പറഞ്ഞു. ശരിയായത് മാത്രമല്ല, അതിൽ കൂടുതൽ സക്സസ് ആയെന്ന് പറഞ്ഞാട്ടോ വന്നു. നല്ല ഫ്ലേവർ, ഒരു ഡിഫറെന്റ് ഫ്ലേവർ. ഈ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഇത് ഓറഞ്ച് വൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇത് ഫ്രൂട്ട് വൈനാണ്, ഓറഞ്ച് കൊണ്ട് മേക്ക് ചെയ്യുന്ന ഓറഞ്ച് വൈൻ എന്നാണ്. പക്ഷെ ആക്ച്വലി വൈൻ മാർക്കറ്റിൽ ഓറഞ്ച് വൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രേപ്പ്, അതായത് ഗ്രീൻ ഗ്രേപ്സ് കൊണ്ടുണ്ടാക്കുന്ന ഒരു ഇതാണ് ഓറഞ്ച് വൈൻ എന്ന് പറയുന്നത്. എന്തായാലും നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് സെറ്റിലാകട്ടെ സാധനം. മട്ട അടിഞ്ഞ് കഴിയുമ്പം കുറച്ചും കൂടെ അടിപൊളിയാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്ക് വീണ്ടും ഒന്ന് ആൽക്കഹോൾ ടെസ്റ്റിംഗ് ചെയ്താലോ? അപ്പൊ ചെയ്യണം, നമുക്ക് അറിയാൻ പറ്റില്ല. ഇപ്പൊ ഏകദേശം നോക്കുമ്പോ 10% വരും. ഞാൻ എന്റെ തീർത്താട്ടോ, ഇത്തിരി മധുരം ഉണ്ട്, അതുകൊണ്ട് അപ്പം എന്തായാലും ഞങ്ങളെ വീഡിയോസ് ഒക്കെ റെഗുലർ ആയിട്ട് കാണുക. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ.